ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ്, അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സമസ്തയുടെ സെന്റിനറി 100-ാം വാർഷികം, 100 പ്രകാശ വർഷങ്ങളാണ്. സമസ്ത 100 പ്രകാശ വർഷം. എന്താണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ചത്? അതിങ്ങനെ നോക്കി അടക്കണ്ട, നമ്മളെ കൽബ് പ്രകാശിപ്പിച്ചു സമസ്ത. നിങ്ങൾ നോക്കിയും അല്ലാഹു റബ്ബി, 3 വയസ്സായ കുട്ടിയെ തിബിയാനിൽ ചേർത്തിട്ട് KG മുതൽ അല്ലാഹു റബ്ബി കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൻ്റെ ഗ്രാമങ്ങളും പട്ടണങ്ങളും കുഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നാൽ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ മദ്രസയിലേക്ക് പോകുന്നത് കാണും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ മാത്രം ഇവിടെ എത്രയുണ്ട്? അല്ലാഹു റബ്ബി 10,351 മദ്രസകളുണ്ട്. ആ മദ്രസകൾ ലക്ഷക്കണക്കായ കുട്ടികൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 35,000 ഉസ്താദുമാർ ആ ഫാത്തിഹ ഇങ്ങനെയാണ് ഓതുകയാണ്. കേരളത്തിൽ മറപെട്ട് കിടക്കുന്ന കബറാളികളൊക്കെ ഉണ്ടല്ലോ, അവർ നാട്ടിൽ നേരം വെളുത്തു എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഫാത്തിഹ കേൾക്കുമ്പോഴാണ്. നമ്മളൊക്കെ കബറിൽ കിടക്കുന്ന സമയത്ത് കേരളത്തിലെ കബറിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കുട്ടികളെ ഫാത്തിഹ ഇങ്ങനെ വരുമ്പോഴാണ്. യാ റബ്ബ് യാ റബ്ബ്. കേരളം കണ്ട ആലിമിങ്ങൾ നൂറുൽ ഉലമ എന്ന പേരിന് അർഹനായ ബഹുമാനപ്പെട്ട MA ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. യാ റബ്ബ് യാ റബ്ബ്. ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയാണ്. അല്ലാഹു റബ്ബി. നമ്മുടെ സമസ്തയിൽ, അപ്പുറത്തെ മറ്റേ സമസ്തയിൽ, ഇവിടെ ആരൊക്കെ മദ്രസ നടത്തുന്നുണ്ടോ മദ്രസ എന്ന പ്രസ്ഥാനം തന്നെ ഉടലെടുത്തത് MA ഉസ്താദിൻ്റെ തലയിൽ നിന്നാണ്. നിങ്ങൾ ഓർക്കണം, സമസ്ത എന്ത് പ്രകാശിപ്പിച്ചു ഈ 100 വർഷം? എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും ഖുർആൻ്റെ വെളിച്ചം നിലനിർത്തി. അത് കുറച്ചുകൂടി ഉന്നത നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു റബ്ബി, അള്ളാഹുവിൻ്റെ റസൂൽ അഹ്ലു സുഫ ഉണ്ടാക്കി. മദീനത്തെ പള്ളിയിൽ മുത്തനബിൻ്റെ ദർസിൽ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്, അബൂ തൽഹത്ത് അൽ അൻസാരി, ആരൊക്കെ ഉണ്ട്? ആ ദർസിൽ വ്യവസായ പ്രമുഖരുണ്ട്, കർഷകരുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെപ്പോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഉള്ള ബിസിനസ്സുകാരുണ്ട്. എല്ലാവരും അതിലുണ്ട്. അതിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെപ്പോലത്തെ കുട്ടികളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ, ഇബ്നു ഉമർ തങ്ങളുടെ കുട്ടികളുണ്ട്. ചെറുപ്പം വലിപ്പം വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ദർസിൽ. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആ പ്രകാശം അടുത്ത ഒരു നൂറ്റാണ്ട് ഇവിടെ പ്രകാശിച്ച് നിൽക്കാൻ ഉസ്താദ് ഇപ്പോൾ ഈ 100-ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ട് ദർസ് എന്ന അഹ്ലു സുഫ. ഇവിടെയൊക്കെ തുടങ്ങിയില്ലേ എല്ലായിടത്തും, എല്ലാ സ്ഥലത്തും. യാ റബ്ബ്. നമ്മൾ ഉദ്ദേശിച്ചത് സുബ്ഹാനല്ലാഹ് 750 ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചത്, അത് 7,500 വികസിച്ചു. അൽഹംദുലില്ലാഹ്. 5 ലക്ഷം പഠിതാക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, അതിപ്പോൾ 7 ലക്ഷമായി. ഇൻഷാ അല്ലാഹ് ജനുവരി 31 ആകുമ്പോൾ അത് 10 ലക്ഷത്തിലെത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നാട്ടിലും ദർസ്. അവരൊക്കെ ഉസ്താദ് അതിന് പ്രത്യേകമായിട്ട് കിതാബുണ്ടാക്കി. ആ കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് യാ റബ്ബ്, സാധാരണക്കാർ, തേങ്ങാ കച്ചവടക്കാർ, അടക്ക കച്ചവടക്കാർ, മറ്റുള്ള കച്ചവടക്കാർ, സാധാരണക്കാരൻ്റെ ഒക്കെ കയ്യിൽ ഈ കിതാബാണ്. എന്താ കാരണം? അല്ലാഹ് അറബിയാണല്ലോ, എനിക്ക് അറിയില്ലോ എന്നുള്ളതല്ല. അറബിയിൽ തന്നെയാണ് ഖുർആൻ, എന്നിട്ട് എല്ലാവരും കയ്യിലില്ലേ? അറബിയിൽ തന്നെയാണ് ഏത് മൗലിദ് കിതാബ്, എന്നിട്ട് കയ്യിലില്ലേ? എല്ലാവരുടെ കയ്യിലും ആ കിതാബ് വേണം. ഇൻഷാ അല്ലാഹ് ദർസ് ഇങ്ങനെ നടന്ന് അത് 30-ാമത്തെ ദർസ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ 100-ാം വാർഷിക ദിവസമാകും. ജനുവരി 28, 29, 30, 31, 31 വാദി ഹറമൈനിൽ 10 ലക്ഷം ആളുകൾക്കാണ് ഉസ്താദ് കിതാബ് ഓതി കൊടുക്കുന്നത്. ആ കിതാബ് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അവരെ ഉസ്താദ് അവരെ ഉസ്താദ് അല്ലാഹു റബ്ബി സദഖത്തുള്ള മുസ്ലിയാർ, അവരെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അവരെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞാമദ് മുസ്ലിയാർ, അവരെ ഉസ്താദ് അല്ലാഹു റബ്ബി വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരിലേക്ക് എത്തും ഉമർ ഖാദി തങ്ങൾ, അവരുടെ ഉസ്താദുമാർ 19-ാമത്തെ ഉസ്താദ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് പോയാൽ ആ കണ്ണിയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. 40-ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ, 41 സയ്യിദുനാ മലക്ക് ജിബ്രീൽ, 42 അല്ലാഹു ജല്ല ജലാലു. ഇതൊരു ചെങ്ങലയാണ്. ആ ചെങ്ങലയിൽ നമ്മളും ഒരു കണ്ണിയായി ചേരുക.
അതാണ് സനദ് എന്ന് പറഞ്ഞത്. ആ സനദിൽ ചേർന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈമാൻ തെറ്റാതെ ഹൗദുൽ കൗസറിൽ ഒരുമിച്ച് കൂടാൻ, സിറാത്ത് പാലം അതിവേഗം കടക്കാൻ അള്ളാഹുവേ ആ കണ്ണിയിൽ ഞങ്ങളെ നീ ചേരാൻ ഭാഗ്യമുള്ളവരാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ ലത്തീഫ് സായിദി പഴശ്ശി എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ 100-ാം വാർഷികത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവും പ്രവർത്തകനും ഒക്കെ ആകുമായിരുന്നു. അള്ളാഹുവേ ഉസ്താദിൻ്റെ ദർസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അക്കാര്യം ഏറ്റെടുക്കണം. ഓരോ യൂണിറ്റിലും ആ ദർസ് നടക്കണം. സ്ത്രീകൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായാലും അതിന് സൗകര്യമുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ സോൺ കമ്മിറ്റി അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഉലമാ കമ്മിറ്റികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരു ചെറിയ സംഗതിയും കൂടി ഉണ്ട്. അതെന്താ? ഇതിന് വലിയ 25,000 ആലിമീങ്ങളാണ് നമ്മളെ സമ്മേളന നഗരിയിൽ 24 മണിക്കൂർ ഓഡിയൻസായിട്ട് ഇരിക്കേണ്ടത്. 25,000 പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ രജിസ്ട്രേഷൻ ഇൻഷാ അല്ലാഹ് ഇനി 1 മണിക്കൂറും കൂടി ഉള്ളൂ, തീരാൻ പോവുക. എല്ലാവരും രജിസ്റ്റർ ചെയ്ത് 25,000 പണ്ഡിതന്മാരിരിക്കുന്ന സഭ 4 ദിവസം, 15,000 SSFകാരിരിക്കുന്ന സഭ, 20,000 SYSകാരിരിക്കുന്ന സഭ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും മുസ്ലിം ജമാഅത്ത് ഓരോന്നിനും അവർക്കൊക്കെ ഉള്ള സൗകര്യം വരുമ്പോൾ താമസം, ഭക്ഷണം, സൗകര്യങ്ങളൊക്കെ പൈസ വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് എല്ലാവർക്കും പൈസ കൊടുക്കണം. ഇവിടെ പെട്ടി കൊടുത്തോ ഒക്കെ ഒരു മലക്കുകളെ എഴുതാത്ത മറുപടി ഇങ്ങനെ റെഡി തന്നെയല്ലേ? ആ പെട്ടി അതൊരു ബോക്സാണ്. എന്ത് രസമുള്ള ബോക്സാണെന്നറിയാം. ഇപ്പോൾ വല്ലാത്ത ബോക്സ്. ആ ബോക്സും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ പിടിയും വലിയും കൂടിയാണ്. അവർക്ക് കിട്ടണം. അപ്പം അങ്ങനെ ആ ബോക്സ് നമ്മളെ വീട്ടിൽ അത് വെക്കുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്സ് അത് കൊടുത്താൽ അത് ആ ഫോൺ നമ്പർ പ്രകാരം വരും. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ റെക്കോർഡിൽ അതുണ്ടാവും. 40 ദിവസം ആ ബോക്സ് 40 ദിവസം നമ്മളെ വീട്ടിലുണ്ടാവും. 40 ദിവസം ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും വീട്ടിൽ എത്ര ആളുണ്ട്? വീട്ടിൽ 10 ആൾ. 10 ആളും 30 ഉറുപ്പിക ഇട്ടാൽ ഒരു ദിവസം എത്ര ഉണ്ടാവും? 100. അപ്പോൾ 40 ദിവസം കൊണ്ട് എത്രയാവും? 4,000. അതിന് പറ്റുന്നവരുണ്ടാവും. അത്ര സാധിക്കാത്തവർ ഒരു ദിവസം 5 ഉറുപ്പിക ഇടും. അപ്പോൾ 40 ദിവസം ഇട്ടാൽ എത്ര ഉണ്ടാവും? 2,000 ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അവസാനം ഒരാൾ പറഞ്ഞാൽ അതിൽ എത്ര ഉണ്ടാകണം? 313 ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും ആ പെട്ടി എടുത്തിട്ട് ആ 40ാമത്തെ ദിവസം പൂർത്തിയായാൽ പ്രവർത്തകർ വരും. അതപ്പം തന്നെ പൊളിച്ച് അത് എണ്ണി നോക്കി ആ കാശ് ബോധ്യപ്പെട്ട് അത് ഇൻഷാ അല്ലാഹ് നമ്മളെ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ നിങ്ങളെ പേര് വരും. ആ പേരിൽ അപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ റെസീറ്റ് വരും. ആ റെസീറ്റ് നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. ആഗസ്റ്റ് 14-ന് അത് മുഴുവനും നമ്മൾ സ്വരൂപിക്കും. അപ്പം അത് നിങ്ങളൊക്കെ വീട്ടിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ നമ്മുടെ വിലപ്പെട്ട സഹായം നൽകിക്കൊണ്ട് ആ നിധി നമുക്ക് പൂർത്തീകരിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആളാണ്. അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അല്ലാഹു റബ്ബി പ്രായം വകവെക്കാതെ നമ്മോടൊപ്പം എല്ലാ വിഷയത്തിലും ഇന്നും സമ്മേളനത്തിൻ്റെ യഥാർത്ഥ ചുക്കാൻ പിടിക്കുന്നത് ആര് തന്നെയാണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ തന്നെയാണ്. അല്ലാഹ് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഉലമാക്കളെ, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളെ, പ്രസ്ഥാന കുടുംബത്തിലെ SSFൻ്റെയും SYSൻ്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും എല്ലാ നേതാക്കൾ, പ്രവർത്തകരെ, മഹല്ല് ജമാഅത്ത് നേതാക്കളെ, മദ്രസ കമ്മിറ്റി സഹപ്രവർത്തകരെ എല്ലാവരും ചേർന്ന്, നമ്മുടെ സഹോദരിമാരെല്ലാം ചേർന്ന് നമ്മുടെ ഈ പദ്ധതികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് നിങ്ങളിൽ ഒരു കൂട്ടുകാരനായി ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹുവേ, ഖൈറിൻ്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്. ഷർറായതിൽ നിന്നൊക്കെ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രസ്ഥാനത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലോ കുടുംബങ്ങളിലോ ബന്ധുമിത്രാദികളിലോ ആരിൽ ക്യാൻസറിൻ്റെ രോഗാണുക്കളുണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അല്ലാഹ്. അള്ളാഹുവേ, ആർക്ക് കിഡ്നി ആവശ്യമുണ്ടെങ്കിൽ ഷിഫയാക്കണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കിഡ്നിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഹാർട്ടിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ലെൻസിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ബ്രെയിനിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ അല്ലാഹ്. കാതുകൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ അല്ലാഹ്. കാലുകളെ കൊണ്ട് ചെയ്തത്, കൈകളെ കൊണ്ട് ചെയ്തത്, ഞങ്ങളെ അവയവങ്ങൾ ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, കാഴ്ച ശക്തിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. കേൾവി ശക്തിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെക്കൊണ്ട് മക്കൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പഴശ്ശി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ, അതേപോലെ പെൺമക്കൾ, അതേപോലെ അവിടെ പുതിയാപ്പിളർ
അവിടുത്തെ ചെറിയ മക്കൾ അവരെയൊക്കെ കണ്ടപ്പോൾ അവരെ മുമ്പിൽ കൽബ് കൊണ്ട് വിതുമ്പേണ്ടി വന്നു. അള്ളാഹുവേ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളെയൊക്കെ മരണപ്പെട്ട മാതാപിതാക്കൾ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഇനി മരണപ്പെട്ടവരെ ഞങ്ങൾ ഭൂമിയിൽ കാണൂലല്ലോ, നീ അവർക്ക് റഹ്മത്തിൻ്റെ നോട്ടം നൽകണേ അല്ലാ. മരണപ്പെട്ടവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സഅദി ഉസ്താദിൻ്റെ ഭാര്യ, പെൺമക്കൾ, അവർക്കൊക്കെ നീ പ്രത്യേക ക്ഷമ, സമാധാനം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ.